നമ്മുടെ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വായിൽ കൂടി ശ്വാസം എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് നേസൽ ഒബ്സ്ട്രക്ഷൻസ്, മൂക്ക് അടപ്പ് വരികയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്നത് കൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് എണ്ണ തേച്ച് എല്ലാ ദിവസവും കുളിപ്പിക്കാതിരിക്കുക. കുളിപ്പിച്ച ഉടനെ തന്നെ വെയിലത്തേക്ക് കളിക്കാൻ വിടാതിരിക്കുക. അതുപോലെ തന്നെ വെയിലത്ത് കളിച്ച് വേർത്ത് വരുന്ന കുഞ്ഞിനെ ഉടനെ പിടിച്ചു കുളിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവരുടെ തല 2-3 തലയിണയുടെ മുകളിൽ ഉയർത്തി വെച്ച് കിടക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഫാനിന്റെ തൊട്ട് താഴെ കിടക്കാതെ കുറച്ച് മാറ്റി കിടക്കുന്നത് ഡീഹൈഡ്രേഷൻ തടയും. ധാരാളമായിട്ട് വെള്ളം കുടിപ്പിക്കുക. ഭക്ഷണത്തിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി ഇല്ലാതെ തന്നെ അഡിനോയിഡ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാതെ തടയാനാവും. നമ്മുടെ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വായിൽ കൂടി ശ്വാസം എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് നേസൽ ഒബ്സ്ട്രക്ഷൻസ്, മൂക്ക് അടപ്പ് വരികയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്നത് കൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് എണ്ണ തേച്ച് എല്ലാ ദിവസവും കുളിപ്പിക്കാതിരിക്കുക. കുളിപ്പിച്ച ഉടനെ തന്നെ വെയിലത്തേക്ക് കളിക്കാൻ വിടാതിരിക്കുക. അതുപോലെ തന്നെ വെയിലത്ത് കളിച്ച് വേർത്ത് വരുന്ന കുഞ്ഞിനെ ഉടനെ പിടിച്ചു കുളിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവരുടെ തല 2-3 തലയിണയുടെ മുകളിൽ ഉയർത്തി വെച്ച് കിടക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഫാനിന്റെ തൊട്ട് താഴെ കിടക്കാതെ കുറച്ച് മാറ്റി കിടക്കുന്നത് ഡീഹൈഡ്രേഷൻ തടയും. ധാരാളമായിട്ട് വെള്ളം കുടിപ്പിക്കുക. ഭക്ഷണത്തിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി ഇല്ലാതെ തന്നെ അഡിനോയിഡ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാതെ തടയാനാവും.